അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ബിസ്മില്ലാഹി ബാബനാ തബാറക ഹീത്വാനുനാ യാസീൻ സഖഫുനാ കാഫ് ഹാ യാ ഐൻ സ്വാദ് കിഫായത്തുനാ ഹമീം ഐൻ സീൻ ഖാഫ് ഹിമായത്തുനാ ഫസയക്ഫീകുഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. قال سيدنا محمد صلى الله عليه وسلم: ليس منا من دعا إلى العصبية، ليس منا من قاتل على العصبية. ബഹുമാന്യരായ സദസ്സിൽ സ്റ്റേജിൽ സന്നിഹിതരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സ് അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുപോലെ അല്ലാഹു അവന്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ബന്ധുമിത്രാദികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും നമ്മോട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയം വെക്കുന്നവരെയും നമ്മുടെ അഭ്യുദയകാംക്ഷികളെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇതേ സമയത്ത് നമ്മോടൊപ്പം സ്വദേശത്തും വിദേശത്തുമായി ആയിരക്കണക്കിന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ സദസ്സിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം തെന്നലിയിലേക്ക് ശ്രദ്ധ തിരിച്ച പ്രിയപ്പെട്ട സുന്നി പ്രസ്ഥാനത്തിന്റെ ധീര പ്രവർത്തകരായ ആയിരക്കണക്കിന് ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സാന്നിധ്യത്തെയും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ യതീംഖാനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനാഥകളായ കുട്ടികളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സകല സദുദ്ദേശങ്ങളെയും സഫലീകരിച്ചു തരുമാറാവട്ടെ. ഹസനിയ യതീംഖാനയുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപനം കുറിക്കപ്പെടുന്ന ഈ ധന്യമായ സദസ്സിൽ ഇതിന്റെ സാരഥി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ ഒരുപാട് ആളുകൾ ഇവിടെ സംബന്ധിക്കുകയും അത്ര തന്നെ മഹത്തുക്കളായ സാദാത്തുക്കളും ഉലമാക്കളും സംബന്ധിക്കാൻ വേണ്ടി ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ വേദിയിൽ എത്തിച്ചേരാം എന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഒരു വിശദീകരണമായ പ്രസംഗം നടത്താതെ ഏതാനും കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യതീംഖാനയുടെ ഉദ്ദേശത്തെ സംബന്ധിച്ചും അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെ സംബന്ധിച്ചുമൊക്കെ കഴിഞ്ഞ വേദികളിലൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളോളമായി ഇൽമിന്റെ മജ്ലിസ് ഇവിടെ നടക്കുകയാണ്. ഇൽമ് പെയ്തിറങ്ങിയ ഈ സദസ്സിൽ ഒരുപാട് അറിവുകൾ നൽകപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട്
വിശദമായ ഒരു സംസാരത്തിന്റെ പ്രസക്തിയില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മർഹൂം മർക്കാർ ഹാജി അദ്ദേഹത്തിന്റെ സന്താനങ്ങളെ പോലെ യതീം കുട്ടികളെ ഏറ്റെടുത്ത് ഈ നാട് ഭദ്രമാക്കി ഈ പ്രദേശത്തെ സജ്ജമാക്കിയിരിക്കുകയാണ്. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹഖദ എന്ന് രണ്ട് കൈവിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാനും യതീമുകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. മനുഷ്യന്റെ വിലയും അവരുടെ സങ്കടപ്പാടുകളും അല്ലാഹുവുമായുള്ള ബന്ധത്തെ പോലെ തന്നെയാണ് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി തരുന്നത്. മനുഷ്യന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് പടച്ചതമ്പുരാൻ ഇറങ്ങി വരുന്ന ഒരുപാട് രംഗം ഖുർആൻ നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീമ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഖിയാമ നാൾ കൊണ്ട് സത്യമതത്തെ കൊണ്ട് അവിശ്വസിക്കുന്നവരെ കണ്ടുവോ? അവരുടെ പാതകം അവിശ്വാസമാണ് എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തുടർന്ന് അല്ലാഹു തആല പറയുന്നത്, അനാഥകളെ അവഗണിക്കുന്നവരാണവർ. യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നവർക്ക് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ പ്രേരിപ്പിക്കാത്തവരുമാണവർ. അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ കൂടെ നിന്നുകൊണ്ടാണ്, പടച്ച റബ്ബ് വിശ്വസിക്കാൻ പറഞ്ഞതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അവരുടെ ചെയ്ത പാതകത്തെപ്പറ്റി ഖുർആൻ പറയുന്നത്. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ശിക്ഷ അനുഭവിക്കുന്നവരെ അവരുടെ ശിക്ഷയുടെ കാഠിന്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പേ അവരുടെ ചാർജ് ഷീറ്റ് അള്ളാഹു അവതരിപ്പിക്കുകയാണ്. എന്താണ് അവരുടെ കുറ്റപത്രം? അവരെ ആട്ടി നരകത്തിന്റെ ആയത്തിലേക്ക് വലിച്ചെറിയുന്ന രംഗം. അവർ ചെയ്ത കുറ്റം, ആ കുറ്റപത്രം അല്ലാഹു ആദ്യം വായിക്കുകയാണ്. ഇന്നഹു ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അവർ അത്യുന്നതനായ പടച്ച തമ്പുരാനെ കൊണ്ട് വിശ്വസിച്ചില്ല, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ പ്രേരിപ്പിച്ചതുമില്ല. അഗതികളെയും അനാഥകളെയും പരിഗണിക്കുന്നവരെ അള്ളാഹു പരിഗണിക്കുമെന്നും അഗതികളെയും അനാഥകളെയും അവഗണിക്കുന്നവരെ അള്ളാഹു അവഗണിക്കുമെന്നുമാണ് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിച്ചത്. അതാവട്ടെ വിശ്വാസത്തെ പറയുന്നതിന്റെ കൂടെയാണ് പടച്ച റബ്ബ് ഖുർആനിന്റെ പല സ്ഥലത്തും പറഞ്ഞത്. അവിശ്വാസിയുടെ സ്ഥാനമാണ് അഗതികളെയും അനാഥകളെയും അവഗണിക്കുന്നവരെ അള്ളാഹു തുലാസിലിട്ട് തൂക്കിയത്. ഗൗരവമാകുന്നു അനാഥകളെ അവഗണിക്കൽ, ശ്രേഷ്ഠകരമാകുന്നു അനാഥകളെ പരിഗണിക്കൽ. ആ മതത്തിന്റെ വക്താക്കൾ എന്ന നിലയിൽ, വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരകർ എന്ന നിലയിൽ യതീംഖാനകളെയും അഗതി മന്ദിരങ്ങളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ അടിസ്ഥാനപരമായ പ്രബോധനത്തിന്റെ കാമ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 10-25 വർഷക്കാലം തെന്നല പ്രദേശത്തിന്റെ തനിമയാർന്ന പ്രവർത്തനത്തിന്റെ മകുടോദാഹരണമായി ഈ ഹസനിയ യതീംഖാന ജ്വലിച്ചു നിൽക്കുന്നത്. ഇന്നലകളിൽ ഈ സ്ഥാപനത്തെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരുപാട് ആളുകൾ, അള്ളാഹു അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. സന്താന ലഭ്യമാവാതെ പോയ സങ്കടത്തോടുകൂടിയാണെങ്കിലും മഹാനായ മർക്കാർ ഹാജിക്ക് ആയിരക്കണക്കിന് സന്താനങ്ങളെ കൊണ്ട് ഈ യതീം മക്കളെയാൽ അള്ളാഹു സന്തോഷപൂരിതമാക്കുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങൾ ഒരുപാട് വർത്തമാനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ നമ്മുടെ ലോകത്തിന്റെ ചിത്രങ്ങൾ നമുക്ക് വ്യക്തമാക്കപ്പെടുകയാണ്. ഇന്ത്യന്റെ സാഹചര്യവും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയാണ്. വർത്തമാന കാലഘട്ടം എന്നത് ഒരുപാട് പ്രത്യേകതകളെ കൊണ്ട് ഇന്ന് ചർവിലെ ചർവണമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം
ഒരു പരീക്ഷണത്തിലേക്കാണോ പോകുന്നത് എന്ന സന്ദേഹത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറംഗം ഉസ്താദ് മർക്കാർ ഫൈലി ഇവിടെ സൂചിപ്പിച്ചത്, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടാണ് പടച്ച തമ്പുരാന്റെ പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. മനുഷ്യൻ കാലത്തെ ചീത്ത പറയുന്നു. അതിതീഷ്ണമായ വരൾച്ചയിലേക്ക് നമ്മുടെ നാട് പോകുന്നതിന്റെ മുമ്പിൽ എന്തോ സംഭവിക്കുന്നു എന്ന ഖ്യാതിയോടുകൂടി മനുഷ്യൻ കാലത്തെ കുറ്റപ്പെടുത്തുന്നു. ലാ തസബ്ബുദ്ദഹ്റ ഇന്നമാ അനദ്ദഹ്ർ. നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, ഞാനാണ് കാലം എന്ന പടച്ച തമ്പുരാൻ. നാളെ ഒരു പുതിയ വർഷത്തെ സ്വീകരിക്കപ്പെടുകയാണ്. ഇതല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കലണ്ടർ എന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി നമ്മോട് പറഞ്ഞത്. നമ്മുടെ വീടിന്റെ ചുമരുകളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ആണിയിൽ ആടിക്കൊണ്ടിരിക്കുന്ന കലണ്ടർ ഡിസംബറിന്റെ 31-ാമത്തെ നാളും കഴിഞ്ഞതിന്റെ ശേഷം നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് ആണിയിൽ തൂങ്ങി ആടിയ കലണ്ടറിനെ മാറ്റിവെച്ച് പുതിയൊരു കലണ്ടർ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നമ്മൾ തൂക്കുകയാണ്. മാവിന്റെ ഇലകൾ ഓരോന്ന് പഴുത്ത് കൊഴിയുന്ന സമയത്തും പുതിയതായി പല മാവിലകളും ഉല്ലസിക്കുകയാണ്. എന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നാളുകളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോരോ പുതിയ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മറവി അനുഗ്രഹമായി തീരുന്നത് കാലങ്ങളുടെ കറക്കത്തിന്റെ മുമ്പിലാണ്. ആ കാലത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാലത്തെ ചീത്ത പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പടച്ച തമ്പുരാൻ പലതും വെച്ചുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്ഥലത്ത് മാത്രമേ കാലത്തെ വെച്ചുകൊണ്ട് പടച്ച റബ്ബ് സത്യം പറഞ്ഞിട്ടുള്ളൂ. വൽ അസ്ർ, കാലത്തെ തന്നെ സത്യം. കാലത്തെ വെച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിന്റെ ജയാപജയങ്ങളുടെ നിർണായകമായിരിക്കുന്ന ഘട്ടത്തെ കൃത്യമായി നിർവചിച്ചുകൊണ്ടാണ്. ആ ഒരു നിർവചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഏതൊരു കാലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോഴും ഇന്നലകളുടെ സന്താപങ്ങളും കുറ്റങ്ങളും നമ്മൾ പുതിയതായ കാലത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പുതിയതായ സമീപനങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും കൊണ്ടുപോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് കാര്യത്തെ നമ്മൾ ഗ്രഹിച്ചെടുക്കുന്നത്. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കം ഈ കാലത്തിന്റെ ഒരുപാട് മേഖലയിലൂടെ കടന്നു പോകുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വരും കാലഘട്ടം അപകടകരമായിരിക്കുന്ന അവസ്ഥകളിലേക്കാണ് പോകുന്നത് എന്ന സന്ദേഹമാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ലോകത്തിന്റെ വർത്തമാനത്തിന്റെ മുമ്പിൽ നമുക്കുള്ള നിലപാടെന്താണ്? ഒരു ഭാഗത്ത് മുസ്ലിമായി പിറന്നു എന്നതിന്റെ പേരിൽ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിമായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ സിറിയയിലെയും ഇറാഖിന്റെയും മണ്ണിൽ മുസൽമാൻ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട മുസ്ലിം സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞു കുരുന്നുകൾ തീയിലേക്ക് ആളിക്കത്തുന്ന തീയിൽ വെന്ത് മരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും പരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വിവക്ഷയാണ് ബഹുമാനപ്പെട്ട മർക്കാർ ഫൈലി പറഞ്ഞത്. മനുഷ്യരുടെ ചെയ്തികളാണ് ഇതിന്റെ പ്രധാന ഹേതു. ലഹറൽ ഫസാദ് ഫിൽ ബദ്ദി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും ഫസാദ് വ്യാപകമാകുന്നത് മനുഷ്യരുടെ ചെയ്തികളെ കൊണ്ടാണ്. നാം നിർമ്മിച്ചുണ്ടാക്കുന്ന നമ്മുടെ ചെയ്തികളെ കൊണ്ടാണ് പടച്ച തമ്പുരാൻ നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിന്റെ മുമ്പിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടവുമായി ചേർത്ത് വെച്ചുകൊണ്ട് പ്രഗത്ഭനായ ബെർണാഡ് ഷോയുടെ ഒരു പ്രവചനമുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 21-ാം നൂറ്റാണ്ടിന്റെ പിറവിഘട്ടം ലോകം ഇസ്ലാമിലേക്ക് വരും. പക്ഷേ ആ കാലത്ത് മുസൽമാന്റെ ചെയ്തികളെ കൊണ്ട് അവൻ ഏറ്റവും പരീക്ഷിക്കപ്പെടും. 100 കൊല്ലം ജയിച്ചടക്കി ഭരിക്കാൻ ഒരു പ്രസ്ഥാനത്തിന് കഴിയുമെങ്കിൽ അത് ഇസ്ലാമിന് മാത്രമേ കഴിയൂ. ആ രൂപത്തിലാണ് ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം കാലികമായത് എന്ന് ബെർണാഡ് ഷോ പ്രവചിച്ചിട്ടുണ്ട്.
വർത്തമാന കാലഘട്ടത്തെ സംബന്ധിച്ചാണ് നേരത്തെ ബർണാഡ് ഷാ പറഞ്ഞത്. ഈ കാലഘട്ടവുമായി ബന്ധിച്ചുകൊണ്ട് നമ്മളതിനെ വായിക്കുമ്പോൾ അധികം ചിന്തിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമിലേക്ക് ജനം ഒഴുകി വരുന്നു, ഇസ്ലാമിനെ കാലം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ മുസ്ലിമീങ്ങൾ ഇപ്പോഴും പിറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപകടങ്ങളിലൂടെ കാലം പോകുന്നതിന്റെ പ്രധാന ഹേതു മുസൽമാന്റെ അപജയമാണ്, ഇസ്ലാമിന്റെ ജ്വാല്യതയാണ്. ഇസ്ലാം ഇന്നും പത്തരമാറ്റിയ തിളക്കത്തോടുകൂടിയാണ്. ചിന്തിക്കുന്നവരെല്ലാം ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളാവട്ടെ ഇസ്ലാമിനെ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഏറ്റവും വലിയൊരു വർത്തമാനത്തെ നമുക്ക് ഇസ്ലാമിനെ പഠിക്കേണ്ടി വരുന്നത് നരേന്ദ്രമോദിയുടെ വികലമായ ചില ചിന്തകൾ വെച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് 8 മണിക്ക് നരേന്ദ്രമോദി പറയുന്നു, ഇന്ന് 12 മണിയോടുകൂടി 500-ന്റെയും 1000-ന്റെയും നോട്ട് ഇന്ത്യക്ക് വേണ്ട. പെട്ടെന്ന് തീരുമാനമെടുത്തുകൊണ്ട് അയാൾ ജപ്പാനിൽ ചെന്നുകൊണ്ട് PP വിളിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തു കൂട്ടിയ വിവരക്കേടാണ്. നരേന്ദ്രമോദി പറഞ്ഞു 50 ദിവസം കഴിഞ്ഞാൽ ഇന്ത്യ സ്വർഗമാകും. ചാനലുകളിൽ അന്തിമൂന്തിക്ക് വന്നുകൊണ്ട് ചാനലുകളിൽ ചർച്ച നടത്തുന്ന സംഘപരിവാറിന്റെ ആളുകളെ പറഞ്ഞു, 50 ദിവസം കഴിഞ്ഞോട്ടെ, ഇന്ത്യ നമ്മുടെ നാടിന്റെ ലോകത്തിന്റെ മുമ്പിൽ ഉയർന്ന് തലയെടുപ്പോടുകൂടി ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി കൊണ്ട് മാറും. പണക്കാരും പണിക്കാരുമുള്ള വിവേചനം മാറും, അടിമയും ഉടമയും തമ്മിലുള്ള വിവേചനം മാറും. ഇന്ത്യ സോഷ്യലിസ്റ്റ് രാജ്യമായി കൊണ്ട് മാറും. കേവലം 50 ദിവസം മാത്രം മതി. 50 നാൾ ഇന്നലെ രാത്രിയോടുകൂടി കഴിഞ്ഞു. ഇന്ന് പുതുയുഗ പുലരിയുടെ മുമ്പിൽ നരേന്ദ്രമോദി പറയുന്നത് എന്താ? നരേന്ദ്രമോദിക്ക് ഉത്തരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ കാലഘട്ടവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ ഏറ്റവും വലിയ വിവരക്കേടല്ലേ നരേന്ദ്രമോദിയുടെ ചില നിഗമനങ്ങൾ? ഇസ്ലാമിലേക്ക് മടങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ള സാമ്പത്തികത ദർശിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് മാറ്റങ്ങളെ സ്വീകരിക്കപ്പെടാൻ കഴിയുമായിരുന്നില്ലേ? നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ചരിത്ര വിദ്യാർത്ഥി നാളെ പറയുന്നത് എന്താ? റോമാ പട്ടണം കത്തിയിരുന്ന സമയത്ത് കൊട്ടാരത്തിന്റെ അകത്ത് വെച്ചുകൊണ്ട് വീണ വായിച്ച നീറോ ചക്രവർത്തി, അതേപറ്റി കൊണ്ട് ചരിത്രത്തിൽ വർത്തമാനമുണ്ട്. തന്റെ നാടായ റോമിന് തീ കൊടുത്തു. തന്റെ കൊട്ടാരത്തിന്റെ അകത്ത് വന്നുകൊണ്ട് അയാൾ വീണ വായിച്ചുകൊണ്ട് രസിക്കുകയാണ്. ഏതൊരു വിദ്യാർത്ഥിയോടും ആരാ റോമിന്റെ ചക്രവർത്തിയായ നീറോ എന്ന് ചോദിച്ചാൽ ചരിത്ര വിദ്യാർത്ഥി പെട്ടെന്ന് പറയുന്ന മറുപടി, നാടിന് തീ കൊടുത്ത് കൊട്ടാരത്തിന്റെ അകത്ത് വീണ വായിച്ച ആളാണ്. നാളെ നരേന്ദ്രമോദി ആരാണ് എന്ന് ചരിത്ര വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ അവരും പറയുന്ന മറുപടി 2 മറുപടിയാണ്. ഒന്ന്, ഗുജറാത്തിൽ പാവപ്പെട്ട മുസൽമാനെ പച്ചക്ക് വെന്ത് കൊന്ന ചുട്ടുകൊന്ന നരേന്ദ്രമോദി എന്ന ആധുനിക ഡ്രാക്കുള. രണ്ടാമതാരാണ്? ഇന്ത്യ രാജ്യത്തിന്റെ കറൻസിക്ക് തീ കൊടുത്തുകൊണ്ട് ജപ്പാനിൽ ചെന്നുകൊണ്ട് PP വിളിച്ച കുട്ടിക്കളി കളിച്ച പ്രധാനമന്ത്രി എന്നാണ്. ഇതല്ലാതെ മറ്റൊരു പരിഷ്കരണം നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടില്ല. നോട്ടുകൾക്ക് തീക്ക് കൊടുക്കുകയാണ്. പരിഹാരമാർഗം 50 ദിവസം കഴിഞ്ഞിട്ടും ഇന്നൊന്നുമില്ല. നാളെയും നമ്മുടെ തെരുവോരങ്ങളിൽ നോട്ടിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഇന്ത്യൻ ജനത എന്താകും വരും കാലഘട്ടങ്ങളിൽ എന്നറിയാത്തതിന്റെ അങ്കലാപ്പിലായി നമ്മുടെ ഇന്ത്യൻ ജനതയെ മാറ്റിയ വിവരം കെട്ട ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ അയാളെ തന്നെ കാണേണ്ടി വരും. നമുക്കറിയാം, ഇന്ത്യ രാജ്യം IMF-ൽ നിന്നുകൊണ്ട് കടം വാങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു, 100 കോടി. പ്രധാനമന്ത്രി അന്ന് നരസിംഹറാവുവാണ്. അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗും നരസിംഹറാവും ചേർന്ന് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഗാട്ട് കരാറിൽ ഒപ്പിട്ടു. IMF എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നുകൊണ്ട് 1000 കോടി രൂപ കടം വാങ്ങി. കടം വാങ്ങിയ സംഖ്യ ഇന്ത്യ തിരിച്ചടച്ചു. 5 കൊല്ലത്തിനിടയിൽ തിരിച്ചടച്ചെങ്കിലും അടച്ച സംഖ്യ എടുത്ത മൂലധനത്തിന്റെ അടിസ്ഥാന സംഖ്യയുടെ 1% പോലും തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. എടുത്ത സംഖ്യയുടെ പലിശ പോലും തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. അടച്ചതോ ഉപപലിശ മാത്രമാണ്, പലിശയുടെ പലിശ. അതേ ഇന്ത്യക്ക് 5 കൊല്ലം കൊണ്ട് അടക്കാൻ കഴിഞ്ഞുള്ളൂ. നയാഗ്ര വെള്ളച്ചാട്ടം പോലെ പലിശ തികട്ടി വരുന്നു. അടക്കാൻ കഴിയാതെ ഇന്ത്യ അങ്കലാപ്പിലാകുന്നു. കടബാധ്യതയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തിക്കൊണ്ട് വീഴുന്നു. എന്തുണ്ട് പരിഹാരമാർഗമെന്ന് ഇന്ത്യയിലെ സാമ്പത്തിക അതിവിചക്ഷണന്മാർ പോൽ ചർച്ച നടത്തിയപ്പോ
ഇന്ത്യക്കാരനായ MP നാരായണപിള്ള, മലപ്പുറത്തുകാരനായ പൊന്നാനിയിൽ പറഞ്ഞ MP നാരായണപിള്ള രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോട് ഫോർമുല പറഞ്ഞു കൊടുത്തു. ഇന്ത്യക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി അമേരിക്ക നിയന്ത്രിക്കുന്ന ഐക്യരാഷ്ട്രസഭ സപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ നാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന IMF-ൽ നിന്നുകൊണ്ട് കടം വാങ്ങാതിരിക്കലാണ്. അത് പണം വാങ്ങാതിരിക്കാൻ എന്ന് പറയുന്നതിൽ ലോകത്ത് അമേരിക്കയും ഫ്രാൻസും ജപ്പാനും ബ്രിട്ടനും അടക്കമുള്ള ബഹുരാഷ്ട്രങ്ങൾ അവരെന്നും പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നു IMF എന്ന ലോക ബാങ്കിൽ. പാവപ്പെട്ട ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കടമെടുത്തുകൊണ്ട് എന്നും പലിശ തികട്ടി വരികയാണ്. IMF-ൽ നിന്നുകൊണ്ട് ആർത്തിപ്പണ്ടാരങ്ങളായി അമേരിക്ക പണം വാരി എടുത്തുകൊണ്ട് ജപ്പാനും ഫ്രാൻസും ബ്രിട്ടനും തടിച്ചു കൊടുത്തുകൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോ പലിശ കൊടുത്ത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ മെലിഞ്ഞൊട്ടി പട്ടിണി കിടന്നുകൊണ്ട് മരിക്കുന്നു. ഒരിക്കലും സമ്മാനിക്കാത്ത, ഒരിക്കലും പരസ്പരം സംബന്ധിക്കാത്ത രണ്ട് രേഖകളായിക്കൊണ്ട്, സമാന്തര രേഖകളായിക്കൊണ്ട് കടന്നു പോകുന്നു രാഷ്ട്രങ്ങൾ തമ്മിൽ. അതാകുന്നു അമേരിക്ക നിയന്ത്രിക്കുന്ന IMF. അതുകൊണ്ട് ഇന്ത്യ അവിടെ കൊണ്ട് കടം വാങ്ങരുത്, പകരം പലിശരഹിതമായിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യില്ല എന്ന് പറയുന്ന ലോക ബാങ്കുകൾ ഇന്ത്യ അടക്കമുള്ളവർ സ്ഥാപിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരസിംഹറാവും ധനകാര്യ വകുപ്പ് മന്ത്രി മൻമോഹൻ സിംഗും ഞങ്ങളുടെ നാടായ പൊന്നാനി പള്ളിയിൽ വന്നുകൊണ്ട് തൊപ്പിയിട്ട മാപ്പിളയായി ഇന്ത്യ ഭരിക്കട്ടെ. എന്നാൽ ഇന്ത്യക്ക് രക്ഷപ്പെടാം, കൂട്ടത്തിൽ ഇന്ത്യക്കാർക്കും. 1991 ഓഗസ്റ്റ് 11-നാണ് MP നാരായണപിള്ള പറഞ്ഞത്. ഇന്ത്യയുടെ സകല പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി ഇസ്ലാമിക ബാങ്കാണ്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മാത്രമേ രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ കഴിയൂ, കടബാധ്യതയെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ അരുൺ ഷൂരി പറഞ്ഞ വർത്തമാനമുണ്ട്. അരുൺ ഷൂരി സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ആള് വലിയ ബുദ്ധിരാക്ഷസനാണ്. അയാൾ പറഞ്ഞു, ഇത് ഇസ്ലാമിക രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. MP നാരായണപിള്ള ഇസ്ലാമിക രാഷ്ട്രവാദിയാണോ? അത് ചോദിച്ച സമയത്ത് MP നാരായണപിള്ള പറഞ്ഞ മറുപടി, ഞാൻ മലപ്പുറത്തുകാരനും പൊന്നാനിക്കാരനുമാണ് എന്നതുകൊണ്ടല്ല ഇത് പറഞ്ഞത്, ഞാൻ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. എന്നെ സ്വീകരിക്കാത്തവർക്കത് തള്ളിക്കളയാം. ഞാൻ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ആളല്ല, ഞാൻ പൂർണ്ണനായ ഹിന്ദുവാണ്. എന്നെ ഹിന്ദുമതം പഠിപ്പിക്കാൻ വേണ്ടി അരുൺ ഷൂരി വളർന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം അരുൺ ഷൂരിക്ക് മനസ്സിലാക്കേണ്ടി വരും, കടബാധ്യത തീരണമെങ്കിൽ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെ അവലംബിച്ച് മതിയാകൂ എന്ന ഞാൻ പറഞ്ഞ സത്യം നാളെ അരുൺ ഷൂരിക്ക് സ്വീകരിക്കേണ്ടി വരും എന്നാണ് അന്ന് MP നാരായണപിള്ള പറഞ്ഞത്. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വരുന്നു സാക്ഷാൽ മൻമോഹൻ സിംഗ്. 5 കൊല്ലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതിന് ശേഷം മൻമോഹൻ സിംഗ് പറഞ്ഞു, നമ്മുടെ രാജ്യം ഇപ്പോഴും കടബാധ്യതയിലാണ്. നമ്മുടെ രാജ്യത്തെ ഓരോ പൗരൻ ജനിക്കുന്നതും ഇത്ര കോടിക്കണക്കിന് രൂപ കടബാധ്യതപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് പിറക്കാൻ പോകുന്ന കുഞ്ഞുവിനെ പോലും കടമുള്ളത്ര ഇന്ത്യക്ക് കടമുണ്ട്. അതിന്റെ പ്രധാന കാരണം ലോക ബാങ്കിൽ എടുക്കുന്ന കടമാണ്. അതില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ലോക രാജ്യങ്ങളിലുള്ള മുസ്ലിമുകളെ വ്യവസായികളും പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യില്ല എന്ന് പറയാൻ താല്പര്യമുള്ളവരും ഇന്ത്യൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യട്ടെ. അതേപോലെ തന്നെ ലോക ഐക്യരാഷ്ട്രസഭയിൽ പലിശരഹിതമായിരിക്കുന്ന ഒരു ലോക ബാങ്ക് തുടങ്ങട്ടെ. നമ്മൾ അവിടുന്ന് കൊണ്ട് വായ്പ വാങ്ങിക്കോളാം. അങ്ങനെ ഒരു ബാങ്ക് ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇന്ത്യൻ അംബാസിഡർ ആവാൻ ഞാൻ MA യൂസഫ് അലി അഭിപ്രായപ്പെടുന്നു എന്ന് പറഞ്ഞു സാക്ഷാൽ മൻമോഹൻ സിംഗ്. അത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞു, ഇയാൾ ആരാ, മൻമോഹൻ സിംഗോ അതോ മൗലാന സിംഗോ? ഇയാൾ എന്നാ മൗലാന സിംഗ് ആയത്? സുബ്രഹ്മണ്യം സ്വാമി സംഘപരിവാറിന്റെ ഭാഷയിൽ വലിയ വിവരമുള്ള ആളാണ്. പക്ഷെ മൻമോഹൻ സിംഗ് പറഞ്ഞു, സുബ്രഹ്മണ്യം സ്വാമി ഇതിന്റെ വില ഒച്ച വെക്കണ്ട, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞു എന്ന് മാത്രം. 5 കൊല്ലം ഇന്ത്യയുടെ ഖജനാവ് കൈകാര്യം ചെയ്തത് ഞാനാണ്. പിന്നീട് 5 കൊല്ലം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പദവി കൈകാര്യം ചെയ്തതും ഞാനാണ്. എനിക്ക് ബോധ്യപ്പെട്ട സത്യമാണ്, രാജ്യത്തിന്റെ കടബാധ്യത തീർക്കാൻ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മാത്രമേ സാധിക്കൂ എന്ന സത്യം ഞാൻ പറഞ്ഞത് അല്പം പോലും കളവില്ലാതെയാണ്. സുബ്രഹ്മണ്യം സ്വാമിക്ക് എന്തുമാകാം. അത് കഴിഞ്ഞു. ഈ കഴിഞ്ഞ മിനിസ്ട്രി കേരളത്തിന്റെ മന്ത്രിസഭ ഭരിക്കുന്നത് സാക്ഷാൽ
ഇടതുപക്ഷം ഭരിച്ച ആ കാലഘട്ടത്തിൽ ഭരിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്കാണ്. തോമസ് ഐസക്ക് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം 4ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കേരള നിയമസഭയിൽ. 4ാമത്തെ നിയമസഭയുടെ ബഡ്ജറ്റിന്റെ അവസാന സമയത്ത് തോമസ് ഐസക്ക് പറഞ്ഞു, അയാൾ ആരാ? കമ്മ്യൂണിസ്റ്റുകാരനാണ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ്. അയാൾ പറഞ്ഞു, നമ്മുടെ അട്ടപ്പാടിയിലെ കർഷകന്റെ ആത്മഹത്യയെ തടയാൻ, വയനാടൻ മലമടക്കുകളിലെ കർഷകന്റെ പട്ടിണി മാറാൻ, രാജ്യത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ മൊടുപ്പട്ടിണിയും മരപ്പട്ടിണിയും തീരാൻ ഏക പരിഹാര മാർഗം കേരളത്തിലെ ഓരോ ജില്ലയിലും ഈ 2 ഇസ്ലാമിക ബാങ്ക് സ്ഥാപിക്കലാണ്. ഓരോ ജില്ലയിലും ഈ 2 ഇസ്ലാമിക ബാങ്ക്. അത് സ്ഥാപിച്ചിട്ടല്ലാതെ ഇന്ത്യക്ക് പരിഹാരമില്ല, കേരളത്തിന് പരിഹാരമില്ല. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരെ മീഡിയ സെന്ററിൽ ചെന്നു. പത്രക്കാർ അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിങ്ങൾ ആദിവാസിയുടെ പട്ടിണി മാറാനും തൊഴിലാളി വർഗത്തിന്റെ മുഴുപ്പട്ടിണി മാറാനും പരിഹാരം ദാസ് ക്യാപിറ്റലിൽ ഉണ്ടെന്ന് പറയേണ്ട ആളാണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഉണ്ടെന്ന് പറയേണ്ട ആളാണ്, നിങ്ങൾ പറയുന്നത് ഖുർആനിൽ ഉണ്ടെന്നാണ്. ഇത് വിരോധാഭാസമല്ലേ? തോമസ് ഐസക്കിനോടുള്ള ചോദ്യം. ഐസക്കിന്റെ മറുപടി എന്താ? ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അംഗീകരിക്കുന്നു, ഞാൻ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ട്, കാറൽ മാർക്സിന്റെയും എംഗൽസിന്റെയും മൂലധനത്തെ ഞാൻ തള്ളി പറയുന്നില്ല, ഞാൻ അതെപ്പോഴും കൂടെ നടക്കുന്ന ആളാ. പക്ഷേ കർഷകന്റെ ആത്മഹത്യയെ തടുക്കാൻ, സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിലേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടും മതേതര രാജ്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ആയതുകൊണ്ടുമാണ് നിയമസഭയിൽ ബഡ്ജറ്റിൽ ഞാൻ വാക്കാൽ പറഞ്ഞത്, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഞാൻ ഇസ്ലാമിക ബാങ്ക് എന്ന് എഴുതിയേനെ. അത് കഴിഞ്ഞു അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലപ്പുഴയിൽ നടന്ന 90ാം വാർഷിക സമ്മേളനത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിശകലന ചർച്ചയിൽ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് തോമസ് ഐസക്ക് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, നിയമസഭയിൽ ഞാൻ പറയുമ്പോൾ എനിക്ക് നേരെ തുറിച്ചു നോക്കുന്ന കണ്ണുകളാണ്, ഞാൻ മീഡിയ സെന്ററിൽ ഇത് പറയുമ്പോൾ എനിക്ക് നേരെ ക്യാമറയുടെ റഡാറുകളാണ്, ഞാൻ എന്തോ വല്ലാത്ത അപകടം പറഞ്ഞു എന്ന മട്ടിലാണ്. പക്ഷെ എനിക്കിപ്പോൾ ഈ വേദിയിൽ നിർഭയത്തിൽ പറയാൻ കഴിയും, കർഷകന്റെ ആത്മഹത്യയെ തടുക്കാൻ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന് സാധിക്കൂ. പറഞ്ഞതാരാ? കമ്മ്യൂണിസ്റ്റുകാരനായ തോമസ് ഐസക്, കോൺഗ്രസുകാരനായ മൻമോഹൻ സിംഗ്, ആർഷഭാരത സംസ്കാരത്തിന്റെ ഉപനിഷത്തുകളെ പഠിച്ചിട്ടുള്ള MP നാരായണ പിള്ള. ഇസ്ലാമിന് മാത്രമേ സാധിക്കൂ പരിഹാര മാർഗം. നോട്ടിന് തീ കൊടുത്ത നരേന്ദ്രമോദി ഇസ്ലാമാകണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഒരു പ്ലാനിങ് വേണ്ടേ? നാളെ എന്താകണമെന്നൊരു പ്ലാനിങ്ങിനെ സംബന്ധിച്ചുകൊണ്ടൊരു വർത്തമാനം വേണ്ടേ? ആദ്യത്തെ 7 പശുക്കൾ മെലിഞ്ഞവരാണ്, പിന്നത്തെ 7 പശുക്കൾ തടിച്ചവരാണ്. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കണ്ടെത്താൻ വേണ്ടി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമീപിച്ച ഭരണകൂടം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? ആദ്യത്തെ 7 കൊല്ലം നാടാകെ ക്ഷേമം, ഐശ്വര്യം, നാടാകെ കാർഷിക വിള, നാടാകെ സുഭിക്ഷമായിരിക്കുന്ന ഭക്ഷണം. പക്ഷേ കഴിച്ച 7 കൊല്ലം ക്ഷാമത്തിന്റെയും പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും പ്രാരാബ്ധത്തിന്റെയും നാളുകളാണ്. ഇതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഇത് പറഞ്ഞ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അങ്ങ് തന്നെ ഇതിന്റെ പരിഹാര മാർഗം പറയണം. 7 കൊല്ലം ക്ഷേമമാണ്, കടിച്ച 7 കൊല്ലം ക്ഷാമമാണ്. ഇതിന് പരിഹാര മാർഗം എന്താ? 7 കൊല്ലത്തിന്റെ ക്ഷേമത്തെ പറ്റിയല്ല, വരാൻ പിന്നെ പോകുന്ന 7 കൊല്ലത്തിന്റെ ക്ഷാമത്തെ പറ്റി എന്താണ് പരിഹാര മാർഗം എന്ന് ചോദിച്ച സമയത്താണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി ഖുർആൻ പറഞ്ഞത്. 7 കൊല്ലത്തിന്റെ അഭിവൃദ്ധിയാർന്ന ഐശ്വര്യമാർന്ന വിളയെടുപ്പുള്ള വിഭവങ്ങളും ഇടവനും സമാഹരിച്ചു വെക്കണം. ദൂർത്ത് നടത്താൻ പാടില്ല, അത് നശിപ്പിക്കാൻ പാടില്ല. 7 കൊല്ലത്തേണ്ടത് കൃത്യമായി കൊണ്ട് മാർജിൻ വെച്ചുകൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് റേഷൻ പോലെ ഉപയോഗിച്ചാൽ തൊട്ടടുത്ത 7 കൊല്ലത്തേക്ക് അത് മാറ്റിവെക്കാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യത്തെ 7 കൊല്ലത്തേത് അഭിവൃദ്ധിയാർന്ന ക്ഷാമത്തിന്റെ നാളുകളിൽ
വ്യക്തമായി കൊണ്ട് നിയന്ത്രണത്തോടുകൂടി ജീവിച്ചാൽ തൊട്ടടുത്ത 7 കൊല്ലത്തിന്റെ ക്ഷാമം മാറ്റിക്കൊണ്ട് 14 കൊല്ലവും സോഷ്യലിസ്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. 14 കൊല്ലവും അഭിവൃദ്ധിയോടുകൂടി ജീവിക്കാം. ആ സമയത്ത് അങ്ങാണ് ഈ രാജ്യത്തിന്റെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ അംഗീകാരം കൊടുത്ത ഗവൺമെന്റ്, കൊടുത്ത ചക്രവർത്തി. ഒരു പ്ലാനിങ് വേണ്ടേ രാജ്യത്ത് എന്തുണ്ടാകുമെന്നറിയാൻ? ആരാണ് അറിഞ്ഞുകൂടാത്തത്? 1000-ന്റെ നോട്ടും 500-ന്റെ നോട്ടും നിരോധിച്ചാൽ പിന്നെ പിറ്റേ ദിവസം ജനങ്ങൾക്ക് പരിഹാര മാർഗം എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ആവശ്യത്തിനുള്ള 500 അനുവദിക്കാതെ, ആവശ്യത്തിനുള്ള 100 നോട്ട് അച്ചടിക്കാതെ ജനങ്ങളെ പൊറുതി മുട്ടിച്ചുകൊണ്ട് 50 ദിവസം കഴിഞ്ഞാൽ എല്ലാം മാറും, അതുവരെ നിങ്ങളൊന്ന് സഹിച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ നെട്ടോട്ടം ഓട്ടിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോകുന്നതെങ്കിൽ ഇയാൾ ചെയ്യുന്നത് എന്തോ അണ്ണാക്ക് തൊഴാതെ വിടുകുന്ന സംഘപരിവാർ. നരേന്ദ്രമോദി പറയുന്നത് പുതിയ ദൈവാവതാരമാണ് എന്ന വാചകത്തോടുകൂടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശശികല ടീച്ചർമാർ ഈ രാജ്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ ഗവൺമെന്റ് ഏതർത്ഥത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ആ സമയത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരിഹാര മാർഗത്തിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ചിന്തിക്കണമായിരുന്നു. ഇസ്ലാമിന്റെ ദർശനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഓർക്കണമായിരുന്നു. ലോകം ഇസ്ലാമിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിനെ പരിഹാര മാർഗമുള്ളൂ എന്ന നിലപാടുകളിലേക്കാണ് അമേരിക്കൻ ഗവൺമെന്റുകൾ പോലും പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകളുടെ മറുകട മുറ്റിക്കൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും ലോകം ഇസ്ലാമിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തതാകുമ്പോഴാണ് ഇസ്ലാമിന്റെ ആളുകൾ അത് പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിമായി പിറന്നു എന്നതിന്റെ പേരിൽ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താ മ്യാൻമറിലെ ജനതയുടെ ബുദ്ധരാക്ഷസന്മാരുടെ ചെയ്തികൾ? ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പുരുഷാരവങ്ങൾക്കപ്പുറത്ത്, വർഷാന്തരങ്ങൾക്കപ്പുറത്ത് അതേ രാജ്യത്ത് ഒന്നിലധികം തവണ മുസ്ലിം സമുദായത്തിന് നേരെ നടന്നിട്ടുള്ള നരവേട്ടയുടെ തുടർ പതിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ആവട്ടെ നീണ്ടൊരവധിക്ക് ശേഷമാണ്. ഒരു ബുദ്ധ പെൺകുട്ടിയെ റോഹിംഗ്യൻ ചെറുപ്പക്കാരനായ മുസ്ലിം പ്രേമിച്ചു എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് പിഞ്ചു പൈതങ്ങളെ അഗ്നിയിലേക്ക് ഇട്ടുകൊണ്ട് ചുട്ടുകൊല്ലുന്ന ബുദ്ധരാക്ഷസന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്നു, പച്ചക്ക് പകൽ പരസ്യമായി. ഒരുപാട് ആളുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. സമാനതകളില്ലാത്ത ക്രൂര വിനോദങ്ങളെ കൊണ്ടുള്ള കൊലപാതകം. എന്നിട്ട് അത് കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ബുദ്ധരാക്ഷസുകൾ ഇത് ആനന്ദിക്കുകയാണ്. മുസൽമാനെ കൊല്ലാക്കൊല ചെയ്യുന്നത് ആനന്ദിക്കുകയാണ്. മുസ്ലിം കുട്ടികളെ അഗ്നിയിലിട്ടുകൊണ്ട് ചുട്ടു കൊല്ലുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന രാക്ഷസന്മാർ. എന്തേ ഐക്യരാഷ്ട്രസഭയുടെ നാവിറങ്ങിയോ? എന്തേ ഇസ്ലാമിക രാജ്യമെന്ന് അനുമാനിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടോ? മര്യാദക്ക് ഒരാൾ മറുപടി പറയാനില്ല. ഒരൈക്യരാഷ്ട്രസഭയുടെയും പ്രമേയങ്ങളും കടന്നു വരുന്നില്ല. നോബൽ സമ്മാനത്തിന്റെ ജേതാക്കളുടെ ആധിപത്യത്തിൽ ഭരിക്കുന്ന സാക്ഷാൽ ആ രാജ്യത്ത് ഇപ്പോൾ ബുദ്ധരാക്ഷസന്മാരാൽ മുസൽമാൻ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഞങ്ങൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞതല്ലാതെ മറ്റെന്ത് തെറ്റാണ് അവർ ചെയ്തത്? അതാണോ ലോകത്ത്? അതിന് മറുപടി ആരും പറയുന്നില്ല. അതിനെ സംബന്ധിച്ചുകൊണ്ട് ആർക്കുമില്ല. ബുദ്ധരാക്ഷസന്മാരാണ് അത്ര. ബുദ്ധമതം ഉണ്ടായത് എങ്ങനെയാ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പറയുന്ന അഹിംസാ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട്. കലിംഗ യുദ്ധം നടക്കുന്നു. കലിംഗ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധം നയിച്ച അശോക ചക്രവർത്തി യുദ്ധാനന്തരം കലിംഗയുടെ പ്രാന്തപ്രദേശത്തു കൂടി കടന്നുപോയി. പടക്കളത്തിലൂടെ ആളുകളെ തെരഞ്ഞുപിടിച്ച സമയത്ത് 1.5 ലക്ഷം ആളുകളെ കൊന്നൊടുക്കിയ കലിംഗ യുദ്ധം പിടഞ്ഞു വീണുകൊണ്ട് ശരീരത്തിന്റെ ഗളച്ഛേദം വരുത്തപ്പെട്ട ശരീരങ്ങളെ കണ്ടുകൊണ്ട് ചോരയിൽ മുക്കപ്പെട്ട മനുഷ്യന്റെ കബദ്ധങ്ങൾ കടന്നുകൊണ്ട് അവരുടെ ഡെഡ് ബോഡിയുടെ മുകളിലൂടെ കടന്നുപോയ അശോക ചക്രവർത്തി പൊട്ടിക്കരഞ്ഞു. അശോക ചക്രവർത്തി പറഞ്ഞു, ഈ യുദ്ധം ഇനി വേണ്ട, ഈ ക്രൂര വിനോദങ്ങൾ ഇനി വേണ്ട. ഇനി ഞാൻ എന്റെ ആയുധം വലിച്ചെറിയുകയാണ്. ഇനി എന്റെ പട്ടാളത്തെ ഞാൻ പിരിച്ചുവിടുകയാണ്. ഇനി എന്റെ മക്കളോ എന്റെ കുടുംബമോ എന്റെ രാജ്യത്തെ പിൻഗാമികളോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല. അതുകൊണ്ട് ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബുദ്ധമതം സ്വീകരിക്കാൻ അശോക ചക്രവർത്തി മുന്നോട്ട് വന്നത്. അതുവരെ ഒറ്റപ്പെട്ട ബുദ്ധമതത്തെ ജനകീയമാക്കിയത് അശോക ചക്രവർത്തിയാണ്.
ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്നാണ് ബുദ്ധമതത്തിന്റെ പ്രവചനം. അങ്ങനെ ബുദ്ധമതമുണ്ടായത്. പക്ഷെ ആ ബുദ്ധമതത്തിന്റെ ആളുകളാണ് പാവപ്പെട്ട മുസൽമാന്, റോഹിംഗ്യൻ മുസൽമാനെ പച്ചക്ക് ചുട്ടുകൊല്ലുന്നത്. ഇതെന്ത് മതം? ഇതെന്ത് മതം? ഇതിനെ ബുദ്ധമതം എന്ന് വിളിക്കണം. ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് മടങ്ങി വരണം. ബർമ്മക്കാര് വരണം, ബംഗ്ലാദേശുകാർ വരണം, ബുദ്ധരാക്ഷസന്മാർ വരണം. അവർ പഠിക്കട്ടെ. 50 കോടി ഉണ്ടല്ലോ ബുദ്ധമതാനുയായികൾ ലോകത്തുള്ളൂ. ഏഷ്യൻ വൻകരയിൽ അവരുള്ളൂ എങ്കിൽ പോലും 50 കോടി ഉണ്ട് അവർ. ഇന്ത്യ രാജ്യത്തെ പിറവികൊണ്ട മതം. ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ ബുദ്ധമതക്കാർക്ക് തലയെടുപ്പോടുകൂടി ഉയരാൻ പറ്റാത്ത കാലം കഴിഞ്ഞുപോയി. ഇന്ത്യയിൽ ബുദ്ധനാണോ വെട്ടിക്കൊല്ലും ബ്രാഹ്മണൻ. ബ്രാഹ്മണന്മാരുടെ മുമ്പിൽ ബുദ്ധമതത്തിന് സ്വീകാര്യമുണ്ടായിരുന്നില്ല. ഇവിടെ പാവപ്പെട്ട അധികൃത വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടാണ് BR അംബേദ്കർ അദ്ദേഹം പടവാള നയിച്ചത്. സമരത്തിൽ തീപ്പന്തമായത് ബഹുമാനപ്പെട്ട BR അംബേദ്കർ, രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി, അടിസ്ഥാന വർഗമാകുന്ന അധികൃത ദളിത് പീഡന വിഭാഗത്തിന്റെ പടത്തലവൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിനെ പഠിക്കാൻ വൈകിപ്പോയി. ഞാൻ ഇസ്ലാമിനെ നേരത്തെ പഠിച്ചിരുന്നുവെങ്കിൽ ബുദ്ധമതം സ്വീകരിക്കുമായിരുന്നില്ല. ഇസ്ലാമാണ് അന്തസ്സുറ്റ മതം. അതുകൊണ്ട് ബുദ്ധമതത്തിന്റെയും രക്ഷ ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ ആളാണ് ജാതി നിർമൂലനം എന്ന പുസ്തകത്തിലൂടെ ഡോക്ടർ BR അംബേദ്കർ. ഒരു കാലഘട്ടത്തിൽ ബുദ്ധമതമായി എന്നതിന്റെ പേരിൽ ബ്രാഹ്മണന്മാർ കൊന്നൊടുക്കപ്പെട്ട കാലം കഴിഞ്ഞല്ലോ ഇന്ത്യയിൽ. എന്താണ് താലപ്പൊലി? ഞാൻ ഏതെങ്കിലും മതത്തിന്റെ ആചാരങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ചരിത്രപരമായ ചില നിഗമനങ്ങൾ പറയേണ്ടി വരും. എന്താണ് താലപ്പൊലി? ഒരു കാലഘട്ടത്തിലെ ബുദ്ധ ഭിക്ഷുക്കളായ ആളുകളെ, ബുദ്ധസ്വാമിമാരെ, ബുദ്ധ സന്യാസിമാരെ തല വെട്ടിയെടുത്തുകൊണ്ട് തലയോട്ടി, ചോരയിൽ കുളിക്കപ്പെട്ട തലയോട്ടി ബ്രാഹ്മണ തമ്പുരാക്കന്മാരുടെ ഇല്ലത്ത് കൊണ്ടുവന്നുകൊണ്ട് കാണിക്ക വച്ചതിന്റെ സ്മരണയാണത്രേ ഇന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്ന താലപ്പൊലി. താലപ്പൊലി ഇത് ഞാൻ പറയുന്നതല്ല, പ്രഗത്ഭര ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് താലപ്പൊലി? താലപ്പൊലി ബുദ്ധന്മാരുടെ തല വെട്ടിയെടുത്ത ബ്രാഹ്മണന്മാർ കൊണ്ട് ബ്രാഹ്മണ മേധാവികളുടെ മുമ്പിൽ കാണിക്ക വച്ചതിന്റെ അനുസ്മരണമാണത്രേ താലപ്പൊലി. ആ ക്രൂരത ചെയ്ത കൂട്ടുന്ന സമയത്ത് അവന്റെ കൈ പിടിച്ചു കെട്ടാൻ മുന്നോട്ട് വന്നത് മുസ്ലിം ജനങ്ങളായിരുന്നു. ചരിത്രം പറയുന്നു. ഇത് മുമ്പ് നടന്ന കാര്യമാണെങ്കിലും ഇസ്ലാമിന്റെ ആഗമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രത്തിൽ ഇത് ആവർത്തിച്ചപ്പോൾ ടിപ്പുവാണ് തടഞ്ഞത്. ആ വൃത്തികേടിനെതിരെ സമരം നയിച്ചത് അബുൽ ഫതഹ് അലി ടിപ്പു സുൽത്താൻ പോലുള്ള ഭരണാധികാരികളാണ്. അന്ന് ബുദ്ധമതത്തിന് ബ്രാഹ്മണന്മാരുടെ അക്രമത്തിൽ കൊണ്ട് രക്ഷ കൊടുത്ത ഇസ്ലാം മതത്തെയാണ് ഇന്ന് റോഹിംഗ്യൻ മുസൽമാനെ കൊന്നെടുക്കുന്ന ആ രാജ്യത്തെ ബുദ്ധരാക്ഷസന്മാർ പഠിക്കട്ടെ. ഇസ്ലാം അല്ലേ അവരുടെ പൂർവികരെ രക്ഷപ്പെടുത്തിയത്? ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണന്മാരാൽ നിഷ്കാസനം ചെയ്യപ്പെട്ട ബുദ്ധമതത്തെ ഈ മണ്ണിന്റെ മക്കളായി പിറന്നവർ, ഈ മണ്ണിന്റെ മക്കളായി ബുദ്ധമത വിശ്വാസത്തിൽ ജീവിക്കണം എന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് മുസ്ലിം സമുദായമാണ്. ആ ചരിത്രം പോലും വിസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ചെയ്തികൾ. ആ രൂപത്തിലാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമം. ഇന്ത്യ രാജ്യത്തെയും സമാനതകളിലൂടെ ബർമയുമായുള്ള രഹസ്യബന്ധം എന്തോ അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ മ്യാൻമറുമായുള്ള രഹസ്യബന്ധം നമ്മുടെ രാജ്യത്തിന്റെ തലവന്മാരും അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇസ്ലാമിനെ നിഷ്കാസനം ചെയ്യുന്ന ഫോർമുലകളാണ് അത്ര ഉയർന്നുകൊണ്ടുവരുന്നത്. നമ്മളിത് പറയുമ്പോഴും ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാവണം ഒരു വംശത്തിന്റെ മാത്രം ആധിപത്യം ഉണ്ടാക്കി തീർക്കുക എന്നതിന്റെ സാമ്പിളുകളാണ് പല ഭാഗത്തും വന്നുകൊണ്ടിരിക്കുന്നത്. പല മേഖലകളിലും പല വൈറസുകളും, സാംസ്കാരിക വൈറസുകൾ എല്ലാ മേഖലകളിലേക്കും പ്രവഹിക്കപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസം കാവ്യവൽക്കരിച്ചു, സാഹിത്യലോകം കാവ്യവൽക്കരിച്ചു, സാഹിത്യകാരന്മാർക്ക് നേരെ ആക്രമണത്തിന്റെ, മാസ്മരികത, ആക്രമണത്തിന്റെ ഹിംസാത്മകത പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ എല്ലാ ഭാഗത്തും. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഏക സിവിൽ കോഡ് മുസ്ലിമീങ്ങൾക്ക് നേരെ വെച്ച് കെട്ടുകയാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് ഏക സിവിൽ കോഡ് ബാധിക്കുക എന്നുള്ള ഭീതിയൊന്നും മുസ്ലിമീങ്ങൾക്കില്ല. പക്ഷേ ലക്ഷ്യം ഏക സിവിൽ കോഡിന്റെ അപ്പുറത്ത് മുത്തലാഖ് നിരോധമാണ്. മുത്തലാഖ് നിരോധിക്കണമെന്നാ പറയുന്നത്. മുത്തലാഖ് നിരോധനം എന്ന് കേട്ടാ തോന്നും മുസ്ലിങ്ങളൊക്കെ മുത്തലാഖിന്റെ ആൾക്കാരാണ്. എവിടെയാ മുത്തലാഖ് ഉള്ളത്? മുസ്ലിമീങ്ങൾ എവിടെയാ മുത്തലാഖ് ചൊല്ലുന്നത്?
ത്വലാഖ് പോലും അപൂർവമാണ്. ഇന്ത്യ രാജ്യത്ത് കേരളക്കരയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ത്വലാഖ് നടക്കുന്ന ജില്ല, മുസ്ലിം പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള മലപ്പുറം ജില്ലയാണെന്ന് ഹെൽപ്പേജ് ഇന്ത്യയുടെ കണക്കിൽ പറയുന്നു. ബഹുമാനപ്പെട്ട SYS സംസ്ഥാന സെക്രട്ടറി കോഴിക്കോട് ഖാലി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലയിൽ തങ്ങൾ അവർ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. മഹാനവറുകൾക്ക് അള്ളാഹു തആല ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തങ്ങളെ പേര് പറഞ്ഞ് നിർത്താൻ വിചാരിച്ചു. ഞാൻ അപ്പം നിർത്തും. ഞാൻ ചുരുക്കിയാണ്. മുത്തലാഖാണ് ഇന്നത്തെ ഏറ്റവും വലിയ. ബഹുമാനപ്പെട്ട MT ഉസ്താദ് ചങ്കുവെട്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. നമ്മുടെ ഉസ്താദുമാരൊക്കെ ക്ഷീണിതരാണ്. ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ് രോഗശൈലിയിലാണ്, അല്പം സീരിയസ് ആണ്. അള്ളാഹു ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന യതീം കുട്ടികളുടെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗത്തെ അള്ളാഹു ശിഫിയാക്കി കൊടുക്കുമാറാവട്ടെ. ഇപ്പോൾ കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം മുത്തലാഖാണെന്ന് തോന്നും കേട്ടാൽ. 3 ത്വലാഖും ഒന്നിച്ച് ചെല്ലുന്നത് പോയിട്ട് 1 ത്വലാഖ് ചെല്ലുന്ന പാരമ്പര്യം മുസ്ലിമീങ്ങൾക്ക് അപൂർവമാണ്. ഇല്ലെന്നെ. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള സംസ്ഥാനം കേരള, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 2ാം സ്ഥാനം കൊല്ലം ജില്ലയാണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ വിവാഹമോചനം നടക്കുന്ന ജില്ല മലപ്പുറമാണ്. ഇത് മുസ്ലിങ്ങൾ തയ്യാറാക്കിയ കണക്കല്ല, പാണക്കാട് തങ്ങളെ സെൻസസ് കണക്കല്ല. 2ാമത്തെ ജില്ല കൊല്ലം ജില്ലയാണ്. ഏറ്റവും കുറവ് വിവാഹമോചനം നടക്കുന്നത്. അപ്പൊ മുസ്ലിമീങ്ങൾ വിവാഹമോചനം കുറവാണ്. മുത്തലാഖില്ല തന്നെ. കാരണം ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാലിയുടെ മുമ്പിൽ ഒരുപാട് കേസ് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന സമയത്ത് പരമാവധി കൗൺസിലിംഗ് നടത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിലെത്തി പറഞ്ഞേക്കും. അഥവാ വിവാഹമോചനം മറ്റ കൈക്ക് നടക്കുകയാണെങ്കിൽ പറയും, നിങ്ങൾ വിവാഹമോചനം നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് 1 or 2 മതി, 3 ആവല്ലേ. മഹല്ല് ജമാഅത്ത് അങ്ങനെ പറയുന്നു. ഈ ബോധം കേട്ടുകൊണ്ട് നമ്മുടെ ആളുകളൊക്കെ വിവാഹമോചനം നടത്തുന്ന ഘട്ടത്തിൽ 3 ഇല്ലാതെയാണ് ചെല്ലുന്നതെങ്കിൽ കോടതിയിൽ ചെല്ലുമ്പോഴേക്കും ചില വക്കീൽമാരുടെ നിർബന്ധം, മുത്തലാഖില്ലാത്ത ത്വലാഖിന്റെ മത്താഗ് തരൂല. ഏതാ മത്താഗ്? ഇവന്റെ ഔദാര്യമല്ല. പണ്ട് മഹാനായ ബനാത്തുവാല അവതരിപ്പിച്ച ബില്ല്, ആ ബില്ലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇസഡ്ഡാർ അൻസാരി 2ാമത് അവതരിപ്പിച്ച ബില്ല്, ആ ബില്ലിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ബില്ല് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമക്ക് ബഹുമാനപ്പെട്ട ഇസഡ്ഡാർ അൻസാരിയും സൽമാൻ ഖുർഷിദും ബനാത്തുവാലയും തയ്യാറാക്കിയ ബില്ല് ബഹുമാനപ്പെട്ട അലിമിയാൻ ശംസുൽ ഉലമ തങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ട് 5 തിരുത്തോടുകൂടി തിരിച്ചയച്ച് ആ തിരുത്തപ്പെട്ട ബില്ല് അതേപടി പാർലമെന്റിൽ ഇസഡ്ഡാർ അൻസാരി അവതരിപ്പിച്ച് കോൺഗ്രസിന്റെ ക്യാബിനറ്റ് മന്ത്രി, കോൺഗ്രസിന്റെ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശത്തോടുകൂടി ബഹുഭൂരിപക്ഷം MP-മാരുടെ പിന്തുണയോടെ പാസാക്കിയ മത്താഗ് അഥവാ വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീയുടെ അവകാശ സംരക്ഷണ ബില്ല്. ആ ബില്ല് മുസ്ലിം സ്ത്രീകൾ കിട്ടുന്ന വലിയ അവകാശമാണ്. വിവാഹമോചനം നടത്തിയാൽ പോലും അവർക്ക് കിട്ടുന്ന അവകാശം. ആ അവകാശം കിട്ടണമെന്നുണ്ടെങ്കിൽ ത്വലാഖ് 3 ആകണമെന്ന വിദണ്ഡവാദം ചില കോടതികളിൽ ചില ആളുകൾ ഉയർത്തി കാണിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പല മസ്ലഹത്ത് കമ്മിറ്റികളും ഖാലിമാരും ജമാഅത്ത് കമ്മിറ്റികളും 3 ചൊല്ലല്ലേ എന്ന് പറയപ്പെടുന്ന കുടുംബങ്ങളിൽ 3 ചൊല്ലിയ മതിയാകൂ എന്ന നിർബന്ധത്തിന്റെ ദുശാഠ്യം കോടതിയിൽ കൊണ്ട് കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ മുത്തലാഖ് വാദം. അതിനെന്താ മുസ്ലിം സമുദായ കുറ്റം? തിരുത്തേണ്ടത് കോടതിയുടെ മൈൻഡാണ്, ദുശാഠ്യമാണ്. അവർ തിരുത്തണം. അല്ലാതെ മുത്തലാഖൊന്നും ഇവിടെ നടക്കുന്നില്ല. പറയുന്നത് കേട്ടാത്തൊന്നും ഇവിടെ മുസ്ലിങ്ങളൊക്കെ മുത്തലാഖിന് ആൾക്കാരാണ്. ഇവിടെ അങ്ങനെ ഒരു മുത്തലാഖേ ഇല്ല. പറയുമ്പോ നരേന്ദ്രമോദി പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ സങ്കടം
3 തൊലാഖും ചൊല്ലി മുസ്ലിം പെൺകുട്ടികളെ പിരിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. തൊലാഖ് ചെല്ലപ്പെട്ട മുത്തലാഖ് ചെല്ലപ്പെട്ട പെണ്ണിന്റെ കണ്ണീര് മാറ്റാനാണ് ഏകസംഖ്യക്കോട് എന്നാ നരേന്ദ്രമോദി പറഞ്ഞത്. ഈ പറയുന്നതിൽ അല്പം പോലും ആത്മാർത്ഥതയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നരേന്ദ്രമോദി താങ്കൾ ഗുജറാത്തിന്റെ തെരുവീതിലേക്ക് വലിച്ചെറിഞ്ഞ് 3 അല്ല 300 തൊലാഖും ചൊല്ലി പിരിച്ച യശോദയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മതി മുത്തലാഖിന്റെ പേരിൽ മുസ്ലിം സഹോദരിമാരുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കാൻ. നരേന്ദ്രമോദി പറയുന്നു മുസ്ലിം കുട്ടികളുടെ മുത്തലാഖ്. ഇയാളെ കെട്ടിയോളത്ര ഒഴിവാക്കിയത് 300 അല്ല, എനിക്ക് ഖിയാമത്ത് വരെ എനിക്ക് വേണ്ട. ആ രൂപത്തിൽ യശോദ ഇപ്പോഴും തെരുവീതിയില, ഗുജറാത്തിന്റെ തെരുവാധാരാണ്. എന്റെ മറുപടി ഇല്ലേ? പിന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് വല്ലാത്ത ബേജാർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ഞാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയപരമായി എതിരല്ല, പക്ഷേ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിലക്ക് നിർത്തണം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്താ പറഞ്ഞത്? തൊലാഖ് തന്നെ നിരോധിക്കാൻ മുസ്ലിം കുട്ടികൾ ഒപ്പിടണം. തൊലാഖ് തന്നെ പറ്റൂല, നിരോധിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം പറയേണ്ടത് പിണറായി വിജയനോടാ. പിണറായി വിജയന്റെ മകൻ തന്റെ മകളെ തൊലാഖ് ചെല്ലാൻ വേണ്ടി ഹൈക്കോടതിയിൽ ജോയിന്റ് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അല്ല, ആ തൊലാഖ് കിട്ടിയിട്ട് പോരെ? അവിടെ തൊലാഖ് പറ്റും, ഇവിടെ ആർക്കല്ലാത്തത്? TV തോമസ് എന്ന സഖാബ് KR ഗൗരിയമ്മയെ എന്നേക്കുമായി തൊലാഖ് ചൊല്ലി. എന്താ കാരണം? പാർട്ടി രണ്ടായി. TV തോമസ് CPI, KR ഗൗരിയമ്മ CPM. 2 പാർട്ടിയിൽ പോയി എന്നതിന്റെ പേരിൽ കയർ തൊഴിലാളികളായി പ്രവർത്തിക്കുന്ന സമയത്ത് പ്രേമിച്ച് മിക്സഡ് വിവാഹം നടത്തിയ KR ഗൗരിയമ്മയെയും TV തോമസിനെയും പാർട്ടി രണ്ടായതിന്റെ പേരിൽ പരസ്പരം പിരിക്കാൻ പാർട്ടിന്റെ വിപ്പ്. അവസാനം TV തോമസ് രോഗമായി കിടക്കുന്ന ആശുപത്രിയിൽ ഒരു നോക്ക് ഞാൻ എൻ്റെ സഖാവിനൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് KR ഗൗരിയമ്മ ചെല്ലാൻ നോക്കിയപ്പോൾ പാർട്ടി പറഞ്ഞു അനങ്ങിപ്പോകരുത്. ഒടുക്കം പാർട്ടി അറിയാതെ പാതിരാ സമയത്ത് ആശുപത്രിയുടെ പിറകിലെ ജനൽപ്പാളിയിൽ നിന്നുകൊണ്ടാണ് തൻ്റെ സഖാവ് അവസാന ശ്വാസം വലിക്കുന്ന രംഗം ഗൗരിയമ്മ കണ്ട് കണ്ണീരോടെ മടങ്ങിപ്പോന്നത് എന്ന് TVK എന്ന സഖാവ് തൻ്റെ ആത്മകഥയിൽ എഴുതി വെക്കുന്നു. ഇന്നും പ്രഭാത് ബുക്ക് സ്റ്റാളിൽ അത് വിൽപ്പനക്കുണ്ട്, പോയി വാങ്ങി നോക്ക്. എന്താ അർത്ഥം? KR ഗൗരിയമ്മയെ TV തോമസ് തൊലാക്കില്ലേ. എത്ര? 3 അല്ല, തീരെ പറ്റൂല. ഇസ്ലാമിൽ മടക്കിയെടുക്കാൻ പറ്റാത്ത ഒരൊറ്റ തൊലാഖില്ല. 1-ാം തൊലാഖിലും 2-ാം തൊലാഖിലും മടക്കിയെടുക്കാം. 3-ാം തൊലാഖ് ചൊല്ലിയാലും മടക്കിയെടുക്കാം. നടപടിക്രമം ഒന്ന് കൂടുമെന്ന് മാത്രം. മടക്കിയെടുക്കാൻ പറ്റാത്ത ഒരു തൊലാഖും ഇസ്ലാമിലില്ല. എന്നാൽ KR ഗൗരിയമ്മയെ TV തോമസ് തൊലാഖില്ലത് ഒരു കാലത്തും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലാണ്. നരേന്ദ്രമോദി തന്റെ ഭാര്യയെ തൊലാഖ് ചൊല്ലിയത് ഒരു കാലത്തും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലാണ്. അതൊന്നും ഇവിടെ ആർക്കും ചർച്ചയില്ല. ഇസ്ലാമിലെ മുത്തലാഖ്. കാവ്യ മാധവനെ കെട്ടാൻ വേണ്ടിയിട്ട് മഞ്ജു വാര്യരെ തൊലാഖ് ചെയ്ത ദിലീപിനെ പറ്റി ആർക്കും വർത്താനില്ല. അയാൾക്ക് ഇപ്പോഴും ആളുണ്ട്. പക്ഷെ ഇസ്ലാമിലെ തൊലാഖ് അത് തണ്ട് തപ്പിന്റെ ഏർപ്പാടാ. സിനിമയിലെ തൊലാഖ് അത് പരിഷ്കാരാണ്. എടോ, സിനിമയിൽ നടന്ന ഏതെങ്കിലും ഒരു കല്യാണം മര്യാദ കൊണ്ടോ? ഒക്കെ ഡൈവേഴ്സല്ലേ? ഭൂരിഭാഗവും തൊലാഖല്ലേ? ഏതാ മര്യാദക്ക് ജീവിച്ച ഒരാളെ പറ? അതൊക്കെ അന്തസ്സാണ്, അതൊക്കെ ത്രില്ലാണ്, അതൊക്കെ അഭിമാനാണ്. മുസ്ലിമീങ്ങളുടെ തൊലാഖ് നടക്കാത്ത അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന മുത്തലാഖ്. അതിന്റെ പേരിൽ മതത്തെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെന്തൊക്കെയാ പറയുന്നത്? ഇസ്ലാമിൽ പകുതിയേ സ്വത്തുള്ളൂ പെണ്ണിന്, പുരുഷന് ഇരട്ടി സ്വത്താണ്. ഇസ്ലാമിൽ അങ്ങനെ പറയുന്നു. ഖുർആനിൽ പറയുന്നു ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് സ്ത്രീയുടെ 2 സ്ത്രീയുടെ വിഹിതം ഒരു പുരുഷനാണ് എന്ന് പറയുന്നതിനെ ആക്ഷേപിക്കാൻ മാത്രം എന്താ ഉള്ളത്? പുരുഷന് എല്ലാ ചെലവും ഇസ്ലാം വെച്ചു. സ്ത്രീയോട് പറയുന്നു നീ ഒരൊറ്റ ചെലവും വഹിക്കണ്ട. ഞാൻ 2 ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാളെ കയ്യിൽ 2000 രൂപ കൊടുത്തു, മറ്റേ ആളെ കയ്യിൽ 1000 രൂപയും കൊടുത്തു. എന്നിട്ട് 2 ആളോട് ഞാൻ പറയുന്നു നിങ്ങൾ 2 ആളും തിരുവനന്തപുരത്ത് പോയി വരണം. എന്റെ കയ്യിൽ കൊടുത്തത് 2000 രൂപ, ബിന്റെ കയ്യിൽ കൊടുത്തത് 1000 രൂപ. എന്നിട്ട് പറഞ്ഞു എയുടെയും ബിയുടെയും തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരുന്നത് വരെയുള്ള ചെലവ് എ വഹിക്കണം, കാരണം അവന് 2000 രൂപ ഉണ്ട്. ബിയോ ഒരൊറ്റ പൈസ അവൻ എടുക്കണ്ട. 1000 രൂപയോ അത് അവന്റെ കയ്യിൽ നോട്ടെ. 2000 രൂപ ഞാൻ എന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു എയുടെയും ബിയുടെയും ചെലവ് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരുന്നത് വരെ എ വഹിച്ചോളണം. ബിയോട് പറയുന്നു നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി, ഒരൊറ്റ പൈസ എടുക്കണ്ട. അപ്പൊ ഞാൻ ആരുടെ ഭാഗത്താ? എന്റെ ഭാഗത്തോ ബിന്റെ ഭാഗത്തോ?
ഏത് മനുഷ്യനും അറിയാം ഇത് ബി പക്ഷവാദിയാണ് അല്ലേ? ചെലവൊക്കെ ഏക്കാ കൊടുത്തത്. 2000 റുപ്യ രണ്ടാളെ ചെലവഴിച്ച ഓരോ നയ പൈസ ബാക്കി ഉണ്ടാവില്ല തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരുന്നത് വരെ. എന്നാ ബീൻ്റെതോ പോക്കുവരവൊക്കെ നടന്നും ചെയ്തു, 1000 റുപ്യ ബാക്കിയാണ്. ഇസ്ലാം സ്ത്രീയോട് പറയുന്നു, നീ ഒരൊറ്റ പൈസയും ചെലവാക്കണ്ട, എന്നാൽ പിതാവിന്റെ സ്വത്തിന്റെ കിട്ടിയതിന്റെ പുരുഷന് കിട്ടിയതിന്റെ പകുതി സ്ത്രീക്കാണ്. ഇത് വരവാണ് ആദ്യം ചർച്ച, ചെലവൊന്നും ചർച്ചല്ല. ചെലവ് ചർച്ച ചെയ്യപ്പെടാതെ വരവിൽ കെട്ടിത്തൂങ്ങി നടക്കുന്ന ചെറുവിന്റെ ചർവണമാണ് ഈ നാട്ടിന്റെ അപകടം. തിരിച്ചറിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 കെട്ടി, 11 കെട്ടി, മുസ്ലിങ്ങൾക്ക് 4 കെട്ടാൻ പറ്റും പറഞ്ഞുകൊണ്ട് തർക്കാണ്. ചില ഭാഗത്ത് പറയുന്നത് മുസ്ലിമീങ്ങൾ 4 പെണ്ണ് കെട്ടാൻ പറയുമ്പോൾ എന്തേ 4 ആണിനെ കെട്ടാൻ പെണ്ണിന് പെർമിറ്റ് കൊടുക്കാത്തത് ഒരു ഹൈക്കോടതി ജഡ്ജിന്റെ കമന്റാണ്. 4 പെണ്ണ് കെട്ടാൻ 4 ആണിനെ കെട്ടിക്കൂടെ? അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തൊരു പെൺകുട്ടി ചാനലിൽ വന്നുകൊണ്ട് പറഞ്ഞു, അത് വിവരക്കേടായി പോയി. കാരണം ഒറ്റ തന്തയ്ക്ക് പിറന്നവനെ നീ എങ്ങനാ മലയാളത്തിൽ പറയാന്ന്. ഒരു കുട്ടിനോട് ചോദിക്കുക, എൻ്റെ വാപ്പാരാണ്. ഒരാൾക്ക് 5 ഭർത്താവുണ്ട്, 4 ഭർത്താവുണ്ട്. 4 ഭർത്താവുള്ള സമയത്താണ് ആ പെണ്ണ് പ്രസവിക്കുന്നത്. ആ കുട്ടി ചോദിക്കുന്നു, എൻ്റെ വാപ്പാരാണ്, ഇതാന്നാ തോന്നുന്നത്? അല്ല, ഇതല്ല, മറ്റേതാന്ന് വന്നെനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഒരു തന്ത അല്ല, ഒറ്റ തന്തയ്ക്ക് പിറന്നവനെ നീ എങ്ങനെ പറയാം? ഇസ്ലാമിൽ ബഹുഭാര്യത്വമുണ്ട്, അത് ശാസ്ത്രീയമാണ്. ബഹുഭർത്തൃത്വമില്ല, കാരണം അത് അശാസ്ത്രീയമാണ്, അപക്വമാണ്, പ്രായോഗികമോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണ് കെട്ടിയിട്ടുണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല, ഒട്ടേറെ കെട്ടി. പക്ഷേ റസൂലുള്ളാഹിനെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നത് സ്ത്രീ ലംബടനാണ്, നഊദു ബില്ലാഹ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹി തങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടാണ്. 25-ാമത്തെ വയസ്സിൽ യുവകോമളനായ സൗന്ദര്യത്തിന്റെ തുടിപ്പായ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചത് 40 വയസ്സുള്ള മധ്യവയസ്കയായ വിധവയായ ഒരു സ്ത്രീയാണ്. മക്കളുള്ള, മറ്റു പുരുഷന്മാരിലും മക്കളുള്ള പ്രിയപ്പെട്ട ഖദീജത്ത് റളിയല്ലാഹു അൻഹാ എന്ന മധ്യവയസ്കയായ ഒരു സ്ത്രീയെ, 16കാരികളെ, തരുണീമണികളെ, കന്യകകളെ വേണമായിരുന്നുവെങ്കിൽ 25ന്റെ തുടിപ്പിന്റെ ഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കക്കാർ കൊടുക്കുമായിരുന്നു. പക്ഷേ നബി തങ്ങൾ കല്യാണം കഴിച്ചത് 40 വയസ്സുള്ള ഒരു വിധവയെയാണ്. പറ, ഇത് സ്ത്രീ ലംബടനാണോ? എന്നിട്ടോ രണ്ടാമതൊരു കല്യാണം മഹദിയുടെ വഫാത്ത് വരെ നബി തങ്ങൾ കഴിച്ചിട്ടില്ല. മഹദി വഫാത്താകുന്നത് വരെ രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടില്ല. ഒട്ടേറെ പെണ്ണ് കെട്ടുന്നത് സ്റ്റാറ്റസായി കരുതിയ ജനതയുടെ മുമ്പിൽ രണ്ടാമതൊരു പെണ്ണ് കെട്ടാതെ മധ്യവയസ്കയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ മാത്രം കഴിഞ്ഞുകൂടിയ നബി തങ്ങൾ. നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിലാണ്. 25 മുതൽ 40 വയസ്സ് വരെ എത്ര കെട്ടിയാലും ഒരൊറ്റ ആയത്ത് പോലും കെട്ടാൻ പാടില്ല എന്ന് ഇറങ്ങിയിട്ടില്ല. ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്ത് നിലവിൽ വന്നിട്ടില്ല. ആ 25 മുതൽ 40 വയസ്സ് വരെ ഒന്നിലധികം പെണ്ണ് കെട്ടുന്നത് അന്തസ്സിന്റെ കാലമാണ്, അഭിമാനത്തിന്റെ കാലമാണ്. ഒരുപാട് പെണ്ണിന്റെ പുതിയാപ്പിളയാണെന്ന് പറഞ്ഞാൽ പെണ്ണിനും അഭിമാനമുള്ള കാലമാണ്. ആ കാലത്ത് പോലും, ഒരാളും ചോദ്യം ചെയ്യപ്പെടാത്ത കാലത്ത് പോലും നബി തങ്ങൾ 40 വയസ്സായ ഖദീജയുടെ കൂടെ നിൽക്കുന്നത് ഖദീജയുടെ വഫാത്ത് വരെയാണ്. പിന്നെ കെട്ടുന്നത് എപ്പോഴാ? ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 53-ാമത്തെ വയസ്സിൽ, അതിന്റെ ശേഷം. എന്നാൽ ഒരൊറ്റ പെൺകുട്ടിയല്ലാതെ ഒരു കന്യകയെ റസൂലുള്ളാഹി വിവാഹം കഴിച്ചിട്ടില്ല. ഒരൊറ്റ ആയിഷ റളിയല്ലാഹു അൻഹയല്ലാതെ മറ്റൊരു കന്യകയെ റസൂലുള്ളാഹി വിവാഹം കഴിച്ചിട്ടില്ല. കഴിക്കുന്നത് എവിടെയാ? ഹബ്സത്ത് റളിയല്ലാഹു അൻഹ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലെ വല്ലാത്ത ബേജാറ് ഒക്കെ ശരിയാണ്, എല്ലാം ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നുണ്ട്, അള്ളാഹിന്റെ ഹബീബിന്റെ ഇഷ്ടമായി ഞാൻ ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴുമുള്ള ഒരു ബേജാറ് എന്റെ മോള്. എന്താ കാരണം? അവൾ വിരൂപിയാണ്, അവൾ കരിക്കട്ട പോലെ കറുത്തവളാണ്. എന്റെ ഹബ്സ എന്റെ മനസ്സിന്റെ വേദനയാണ്. എന്റെ ഹബ്സയെ ആര് കെട്ടാൻ? എന്റെ പ്രിയപ്പെട്ട ഹബ്സയെ ഭർത്താവായി ആര് വരാൻ എന്ന സങ്കടമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ എപ്പോഴും അലട്ടിയിരുന്ന ഒരു പ്രധാന കേസ്. ആ സമയത്താണ്
ഹഫ്സ എന്റെ പ്രിയതമയാണ്, ഹഫ്സന്റെ പ്രേമസഖിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറോട് ചേർത്ത് വെക്കാൻ വിശാല മനസ്സ് കാണിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീലമ്പടനാണ്. മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ 80ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട മഹദിക്കെല്ലാം നഷ്ടപ്പെട്ടു. യുദ്ധത്തടവുകാരായ, യുദ്ധത്തിൽ മുറിവ് പറ്റിയവരെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിയുന്ന പ്രിയപ്പെട്ട സൈനബ് ബീവി, ജനങ്ങൾക്ക് ആതുര സേവനം ചെയ്തു കൊടുത്തുകൊണ്ട് കഴിയുന്ന സൈനബ് ബീവി, തന്റെ കഞ്ഞി കുടിക്കാത്തവരാരും മക്കയിൽ മിക്കവാറുമില്ല. ആളുകൾക്ക് ദാഹജലം കൊടുത്തുകൊണ്ട് അവരെ ആതുര സേവനം നടത്തുകയും സാമൂഹ്യ സേവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട സൈനബ് ബീവി റളിയല്ലാഹു അൻഹ. എല്ലാരും നഷ്ടപ്പെട്ടു, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കളും ഇല്ലാതെയായി ഒറ്റപ്പെട്ട ഒരു കുടിലിൽ ഒറ്റയ്ക്ക് കഴിയുന്ന പ്രിയപ്പെട്ട സൈനബ് എന്ന വയോവൃദ്ധയായ സ്ത്രീ, രോഗിയായ സ്ത്രീ. ആ സമയത്ത് ആരുമില്ലാത്തൊരവസരത്തിൽ അവരെ ശുശ്രൂഷിക്കാൻ ആളെ പറഞ്ഞതല്ല, അവർക്ക് പെൻഷൻ പ്രഖ്യാപിച്ചതല്ല, അവരെ ഞാൻ എൻ്റെ ഭാര്യയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മാടോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇതെന്റെ പ്രേമസഖിയാണ്, ഇതെന്റെ ഭാര്യയാണ് എന്ന് പറയാ മുന്നോട്ട് വന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറ, ശ്രീലമ്പടനാണോ? ഏതർത്ഥത്തിലാണ് മാതൃഭൂമിയുടെ ഗീർവാണം? ഏതർത്ഥത്തിലാണ് എടമുറുകിന്റെ തോന്നിയാസം? ഏതർത്ഥത്തിലാണ് സംഘപരിവാറിന്റെ വീരവാദം? ഇസ്ലാമിന് നേരെ പറയുമ്പോൾ ചരിത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയണം. ഇസ്ലാം സ്ത്രീയുടെ പക്ഷമാണ്. ഇസ്ലാം സ്ത്രീയെ പീഡിപ്പിക്കുന്ന മതമല്ല. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിന്റെ വിഷയത്തിൽ, മുത്തലാഖിന്റെ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടൊരു ഡെമോക്രസിന്റെ വാള് ഭരണഘടനയിലുള്ളത് തൂക്കി വെച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കാനും ആ ഏക സിവിൽ കോഡിന്റെ മറവിൽ ഗർവാപ്പസി കൊണ്ടുവരാനും തറവാട്ടിലേക്ക് മടങ്ങുക എന്ന് പറയുന്ന ഫാസിസ്റ്റ് തന്ത്രം പയറ്റാനുമുള്ള നരേന്ദ്ര മോഡിസത്തിന്റെ, ശശികല ടീച്ചർമാരുടെ സംഘപരിവാർ ഫാഷിസത്തിന്റെ നിലപാടുകൾക്കെതിരെ മുസ്ലിമീങ്ങൾ ജാഗ്രത. നമ്മൾ ഉയർന്നു ചിന്തിക്കണം, നമ്മൾ ഉണർന്നുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തണം. അതുകൊണ്ട് നമ്മൾ ഉത്തമരായ രൂപത്തിലൂടെ വളർന്നു പോകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ ഇന്നലത്തെ രാത്രിയോടുകൂടി റബീഉൽ ആഖിർ നമ്മിലേക്ക് പിറവിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ് മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സബ്ബഹുൽ അസീസ് മഹാനവറുകളുടെ സ്മരണമുറ്റുന്ന റബീഉൽ ആഖിർ മാസം, ആ റബീഉൽ ആഖിറിന്റെ ചിന്തകളോടുകൂടി ഷെയ്ഖ് ജീലാനി തങ്ങളുടെ അനുസ്മരണത്തോടുകൂടി റബീഉൽ ആഖിറിനെയും നമ്മൾ റബീഉൽ അവ്വൽ പോലെ ധന്യമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.